തൃശ്ശൂർ വടക്കുംനാഥ ക്ഷേത്രത്തിലെ പൂരം പോലെ അതേ രീതിയിൽ നമ്മുടെ തിരുനക്കര ക്ഷേത്രത്തിലും പൂരം നടക്കുന്നുണ്ട്. അതിൻ്റെ കുറച്ച് വിശേഷങ്ങളാണ് നമ്മൾ ഇന്ന് കാണുന്നത്. ആറാട്ടിൻ്റെ ദിവസമാണ്. കഴിഞ്ഞ ദിവസമായിരുന്നു 7-ാം ദിവസമായിരുന്നു പൂരം. ഇതിന് പിന്നിലും ഒരു ഐതിഹ്യം, ചരിത്രപരമായ കുറച്ച് കാര്യങ്ങളുമുണ്ട്. തെക്കുംകൂർ വംശത്തിൽപ്പെട്ട രാജാക്കന്മാരായിരുന്നു കോട്ടയം ഉൾപ്പെടുന്ന പ്രദേശത്ത് ഭരിച്ചിരുന്നത്. തെക്കുംകൂർ രാജവംശത്തിൽപ്പെട്ട ഒരു രാജാവ് വടക്കുംനാഥൻ്റെ കടുത്ത ഭക്തനായിരുന്നു. അദ്ദേഹം എല്ലാ മാസത്തിൻ്റെ അവസാനം ദിവസം അവിടെ ദർശനം നടത്തുകയും പിറ്റേ മാസത്തിൻ്റെ ആദ്യം, അതായത് ലാസ്റ്റ് ദിവസം പോയി പിറ്റേ മാസത്തിൻ്റെ ആദ്യം അവിടെ നിന്ന് മടങ്ങുന്ന ഒരു ശീലമുണ്ടായിരുന്നു. അദ്ദേഹത്തിന് പ്രായാധിക്യത്തിന് മൂലം അവിടെ പോകാൻ പറ്റാതെ വരികയും അദ്ദേഹത്തിന് വലിയ സങ്കടത്തോടെ ഭഗവാനോട് പ്രാർത്ഥിക്കുകയും ചെയ്തു. അതിൻ്റെ ഫലമായി ഭഗവാൻ അദ്ദേഹത്തിന് പ്രത്യക്ഷപ്പെട്ട് ഒരു വെളുത്ത തെച്ചി കാണുന്ന സ്ഥലത്ത് ഞാൻ അങ്ങോട്ട് വരും എന്ന് അരുളി ചെയ്യുകയും അങ്ങനെ ഒരു ശിവലിംഗവും ഒരു വെളുത്ത തെച്ചിയും ഒരു ഋഷഭവും കണ്ട സ്ഥലത്ത് അമ്പലം പണിതു എന്നതാണ് ഐതിഹ്യം. വളരെയധികം മനോഹരമായ കൊത്തുപണികൾ, ലോഹത്തിൽ തീർത്ത പണികൾ എല്ലാമുള്ള ഒരു മനോഹരമായ പൗരാണികമായിട്ടുള്ള ഒരു ക്ഷേത്രം തന്നെയാണ്. കോട്ടയത്തിൻ്റെ ഹൃദയഭാഗത്ത് തന്നെയാണ് 500 വർഷത്തോളം പഴക്കമുള്ള ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. തൃശ്ശൂർ പൂരത്തിൻ്റെ മാതൃകയിൽ 22 ഗജവീരന്മാരാണ് അണിനിരക്കുന്നത്. ഇവിടെ എല്ലാ വർഷവും വരുന്ന പ്രസിദ്ധരായിട്ടുള്ള ഗജവീരന്മാർക്ക് ആളുകൾ നൽകുന്ന സ്നേഹവും ആദരവും എല്ലാം ഒന്ന് വിശേഷപ്പെട്ടത് തന്നെയാണ്. പാമ്പാടി രാജനും തിടമ്പേറ്റിയ ശിവരാജനുമാണ് ആളുകളെ ഏറ്റവും അധികം ഹർഷാരവത്തോടുകൂടി സ്വീകരിച്ചത്. ഈ പ്രാവശ്യം കോടതിയുടെ കർശന നിർദ്ദേശമുണ്ടായിരുന്നുകൊണ്ട് ബാരിക്കേഡുകളെല്ലാം കെട്ടിത്തിരിച്ചിട്ടായിരുന്നു പൂരം നടത്തുന്ന സ്ഥലത്തേക്ക് ഗജവീരന്മാരെ കടത്തിവിട്ടത്. അതോടൊപ്പം തന്നെ സമയത്തിലും ഒത്തിരി മാറ്റം വരുത്തി. പകൽ നടക്കുന്ന പൂരം വൈകുന്നേരം 4 മണിയോടുകൂടിയാണ് ഈ പ്രാവശ്യം ആരംഭിച്ചത്. സായം സന്ധ്യയുടെ ഒരു അരുണിമയിൽ പൂരത്തിന് കുറേ കൂടെ ചന്തമേറുന്നതായിട്ടാണ് എനിക്ക് തോന്നിയത്. നമുക്ക് ആർക്കും തന്നെ ഉച്ച സമയത്തെ ചൂട് സഹിക്കാനായിട്ട് പറ്റുന്ന ഒരു സാഹചര്യമല്ല. ഏതായാലും ഹൈക്കോടതിയുടെ തീരുമാനം വളരെ നന്നായി. ഈ പ്രാവശ്യം പതിവിന് വിപരീതമായി വേനൽ മഴ അത്യുഗ്രമായി പെയ്യുകയും പൂരത്തിൻ്റെ അവസാന ഭാഗത്തെ കുറച്ച് ബാധിക്കുകയും ചെയ്തു എന്നാണ് അറിയാൻ സാധിച്ചത്. എല്ലാവരും നിർബന്ധമായും കൂടേണ്ട ഒരു പൂരം തന്നെയാണിത്. സദ്യയ്ക്ക് പാൽപ്പായസം പോലെ പത്മശ്രീ കുട്ടന്മാരുടെ മേളം എല്ലാ വർഷത്തെയും പോലെ പൂരത്തെ ആകെ ഒന്ന് കൊഴുപ്പിച്ചു.
പുണ്യഭൂമിയിലേക്ക് കാലം കിരീടത്തിൽ കനകരത്നം ചാർത്തി കാക്കുന്ന കരിവീര രാജകേസരീത ആളും അരങ്ങും ആവേശമെന്നറിയുന്ന മണ്ണിൽ അവതാരമായിരിക്കുന്നു. ഗജനിരകളുടെ വെടിത്തട്ടിൽ ശരണം വിളികേട്ട് പിറന്ന തനിനാടൻ സഖ്യപുത്രൻ തെക്കിന്റെ തട്ടകത്തിൽ ദേവരായി വാഴുന്ന മാതംഗ ശ്രേഷ്ഠൻ ചന്ദ്രമുള്ള ശ്രേഷ്ഠാധിപതി